ഹലോ, ഞാനാ മോളെ, മുരളിച്ചേട്ടനാ. കുറച്ചുനേരം മുരളിച്ചേട്ടനോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കേ. മുരളിച്ചേട്ടാ, നിങ്ങളോ? നേരത്തെ ശരിക്കും കേട്ടില്ലേട്ടാ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേൾക്ക്. താൻ മുരളിച്ചേട്ടനോടാണ് സംസാരിക്കുന്നതെന്ന് എല്ലാവരും ഇപ്പൊ കരുതുന്നതുകൊണ്ട് തന്നെ അവിടെയുള്ളവർക്ക് തന്റെ അളിയന്റെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ തുടങ്ങും. ആണോ? നിങ്ങൾ എപ്പോഴാ വരുന്നേന്ന് ആന്റിക്ക് എപ്പോഴും ചോദിച്ചോണ്ടേയിരിക്കും. തന്റെ അളിയന്റെ കിളി ഓൾറെഡി പറന്നു കാണൂടോ. അവനാകെ കൺഫ്യൂഷനിലാണ്. താൻ അതുപോലെ ധൈര്യമായിട്ട് നിൽക്ക്, കേട്ടല്ലോ? ശരി ഏട്ടാ. ഞാനും മുരളിയോടൊന്ന് സംസാരിക്കട്ടെ, താമോള്. തരൂ മോളെ. അവനിക്കൊരു ചേട്ടനില്ലല്ലോ. അതിന്റെ ഇടയ്ക്ക് ചേട്ടൻ ആരാ? മോനെ മുരളി. സുഖമാണോ ആന്റി? ഞാൻ സുഖമായിട്ടിരിക്കുന്നു മോനെ. നിനക്കവിടെ സുഖല്ലേ? അമ്മ ശ്രീകരേട്ടന്റെ ശബ്ദം തിരിച്ചറിയുമല്ലോ. ഇതോടെ എല്ലാം അവസാനിക്കുന്ന തോന്നുന്നു. മനസ്സിലായില്ലെങ്കിൽ അദ്ദേഹം എന്തോ ചെയ്തു എന്ന് തോന്നുന്നു. ടെക്നോളജിയൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയുന്നതല്ലേ. എന്റെ ആവനിയെ നിങ്ങൾ നന്നായി നോക്കുന്നു കേൾക്കുമ്പോഴൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് ആന്റി. അവളിപ്പൊ ഞങ്ങളുടെ വീട്ടിലൊരാളായില്ലേ. അതുകൊണ്ട് അവൾക്കൊരു നല്ല ചെറുക്കനെ കണ്ടെത്തണം, എന്നിട്ട് കല്യാണം നടത്തണം. കല്യാണോ? നോക്ക് വേദവതി ചേച്ചി, മുരളിയോട് സംസാരിക്കല്ലേ, ഒന്ന് അടങ്ങി നിൽക്ക്. നല്ല ആലോചന നോക്കി ചെറുക്കന്റെ ഫോട്ടോ അയച്ചു തരാം. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ മുഹൂർത്തം നോക്കാം. ശ്രീകറുമായിട്ട് ഇനി ആ കല്യാണം നടക്കില്ലെന്നാണോ ആന്റി? നിനക്ക് അറിയാത്തതല്ലോ. ജാതകത്തിന്റെ പ്രശ്നമില്ലായിരുന്നെങ്കിൽ എന്നെ നടത്തിയേനെ. ശരി മോനെ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്ന് വെക്കട്ടെ. ശരി ആന്റി, എന്നാ ഞാൻ ആവനിയെ വൈകിട്ട് വിളിച്ചോളാം ആന്റി. അവൻ മോളെ വൈകുന്നേരം വിളിക്കാന്നാ പറഞ്ഞ്. ഇനി നീ പറ, സുജാതയുടെ അനിയത്തി ആരാ? നിങ്ങളുടെ കൺമുന്നേ ഉണ്ടല്ലോ. ഞങ്ങളുടെ കൺമുമ്പിലോ? സുജാതയുടെ അനിയത്തി വേറെ ആരുമല്ല, ഈ ആവനിയാണ് ചേച്ചി. അവന് നിങ്ങളെ എല്ലാരെയും പറ്റിക്കുക. സുജാത ആവനിയും ചേച്ചി അനിയത്തിയാണ്. അന്ന് നിങ്ങൾ വസ്ത്രം തരാൻ വേണ്ടി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നില്ലേ? അന്ന് ഇവർ രണ്ടുപേരും ചേർന്ന് നിങ്ങളെ വിഡ്ഢികളാക്കിയതാ. എന്തിനാ അടിച്ചത്? ആവശ്യമില്ലാത്തത് വിളിച്ചു പറഞ്ഞോ കൊന്നുകളയും നിന്നെ. നീയും കേട്ടതല്ലേ ആവനിയുടെ ചേട്ടൻ ഇപ്പൊ തന്നെ വിളിച്ചു വെച്ചത്. പിന്നെ എങ്ങനെയാ അവള് സുജാതയുടെ അനിയത്തിയാവുന്നേ? ആവനിക്ക് അമ്മയും അനിയത്തിയും ചേട്ടനും ഒന്നും ഇല്ല ചേച്ചി. ചേച്ചി അളിയനുമേ ഉള്ളൂ. വേണ്ടാത്ത പറയരുത്. ഞങ്ങളുടെ ആവനിയുടെ ചേട്ടനെ കണ്ടവരാ. ഇവിടെ വന്നവൻ 2 ദിവസം നിന്നതാ. നരസിംഹൻ ചേട്ടാ, ഞാൻ സുജാത ചേച്ചിക്ക് അനിയത്തെ പോലെ തന്നെയാണ്. ശരിക്കുള്ള അനിയത്തിയല്ല. ഇങ്ങനെ കള്ളം പറയാതെ. ഈ സഹോദരി യുദ്ധകഥ എനിക്ക് മനസ്സിലാകുന്നേയില്ല. നരസിംഹം, എന്താ ഇങ്ങനെ നിൽക്കുന്നേ? കൺമുന്നിൽ ഇതൊക്കെ നടക്കുന്ന കാണുമ്പോ കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? ദയവേത് നിങ്ങൾ ഇങ്ങനെയുള്ളവർ പറയുന്നത് വിശ്വസിക്കരുത്. ഒരു ഐഡിയ ഉണ്ട്.
നിങ്ങൾക്ക് ഞാൻ പറയുന്ന വിശ്വാസമില്ലല്ലേ? ഇനി നിങ്ങളോട് മറ്റൊരു കാര്യം ഞാൻ പറയാം. ആവനിക്ക് കല്യാണം ആലോചിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? ആവനിയുടെ കല്യാണം എന്നേ കഴിഞ്ഞതാ. ഡൗട്ട് ഉണ്ടെങ്കിൽ അവളുടെ കഴുത്തെ താലി ഉണ്ടാവും, നോക്കിയേ. ഇതെങ്കിലും സത്യമാണോ? ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാ. നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തെ? എനിക്ക് വിശ്വാസമാണ്. എന്നോ ഒരു കാര്യം ചെയ്യാം. ആവനിയുടെ ഭർത്താവ് ആരാണെന്ന് പറ. അയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എല്ലാവരുടെ മുമ്പിലും പിടിച്ചു നിർത്തിയ സത്യം അറിയാൻ പറ്റുമല്ലോ. ആ, ഇപ്പൊ എത്തിയതേ ഉള്ളൂ. തിരിച്ചു വിളിച്ചോളാം. അതാ അതാ അയാളാ അയാളാ. എന്തോ പറ്റി? ഇയാളാ അവന്റെ ഭർത്താവ്. ഇപ്പൊ എന്തിനാ എന്നെ അടിച്ചേ? അത് എന്റെ ഭർത്താവാ. അപ്പൊ അന്ന് ഫംഗ്ഷനിൽ വെച്ച്. വായടക്കടാ, കുടിച്ചതിന്റെ കെട്ടിറങ്ങിയില്ലേ? എന്ത് ബോധക്കേടാ നീ പറയുന്നേ? എന്റെ ഭഗവാനെ, എല്ലാരും ചേർന്ന് എന്നെ ശൂലത്തിൽ പിടിച്ച് തറച്ചല്ലോ. ദേ നോക്കിയേ, ഞാൻ ലൈറ്റായിട്ട് കുടിച്ചു എന്നുള്ളത് ശരിയാ. പക്ഷേ ഞാൻ കള്ളു കുടിച്ചാലേ പെർഫെക്റ്റ് ആയിട്ടിരിക്കുള്ളൂ. എന്താ തന്റെ പ്രശ്നം? ഓ, വലിയൊരു സിനിമയായിരുന്നു അളിയാ. പിന്നീട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞില്ലേ? ഇനി പോവാൻ നോക്ക്. അവനെ നോക്കി പേടിപ്പിക്കുന്ന എന്താ? ഇറങ്ങി വീട്ടിൽ നിന്ന്. എന്താ അവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോ ഗുലുമാല് മൊത്തം ഗുലുമാൽ. എന്റെ സുജാത എത്ര നല്ലവളാ, അത്രത്തോളം തന്നെ ചീത്ത ഇവൻ. അങ്ങനെയുള്ളവരൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അനാവശ്യമായ വഴക്കുണ്ടാക്കരുത്. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ വല്ലതും ചെയ്യ, അപ്പ കാണിച്ചു തരാം നിനക്ക്. ശരിക്കും നിങ്ങളെ പറഞ്ഞാ മതി. ഓഹോ, ഇതിപ്പോ എന്നെ പറഞ്ഞാ മതിയല്ലോ. കർത്താവ്, കർമ്മം, ക്രിയ എല്ലാം ഞാനാണെന്ന മട്ടി നീ സംസാരിച്ച് കയറുന്നുണ്ടല്ലോ. എന്റെ ഭാര്യയ്ക്ക് ഐഡന്റിറ്റി എന്ന വിഷം കുത്തിവെച്ചില്ലേ? അപ്പൊ തൊട്ട് അവൾ ഇങ്ങനെയൊക്കെ ആയത്. മനുഷ്യനാകുമ്പോ ഒരല്പമെങ്കിലും കലാവാസന വേണമെന്ന് പറയുന്നത് പോലെ എല്ലാ മനുഷ്യരും എന്തെങ്കിലുമൊക്കെ ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയിട്ട് വേണ്ടേ അളിയാ മരിക്കാൻ. അതുകൊണ്ടാണ് സിസ്റ്ററിന് അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തത്. അങ്ങനെ ഒരു വ്യക്തിത്വം നിങ്ങൾക്കുണ്ടോ? ഈ വീട്ടിലെ ഇൻ ഹൗസ് മരുമകനാണ് ഞാൻ. അതിനേക്കാൾ വലിയ വ്യക്തിത്വം വേണോ? അത് വ്യക്തിത്വം അല്ല അളിയ, സ്വന്തമായിട്ടൊരു വ്യക്തിത്വം ഇല്ലാത്തത് കൊണ്ടാ. ഈ സ്ഥാനത്തിനെ ഇപ്പോ അങ്ങനെയാണോ പറയുന്നത്? നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? ചേച്ചിക്ക് ഐഡന്റിറ്റി എന്നുള്ള തീ ആദ്യം ഇട്ടുകൊടുത്തത് നിങ്ങളാണ് ഏട്ടാ. അതിനുശേഷമാ എന്റെ അച്ഛൻ മണ്ണെണ്ണ ഒഴിച്ചത്. കത്തിച്ച പടക്കം കൈയിൽ വെച്ച കൈ പൊള്ളി പോവില്ലേ? അതുപോലെ ആ നരസിംഹം പറയുന്നതും കേട്ടിട്ട് നീ മുന്നും പിന്നും നോക്കാതെ ചാടി ഇറങ്ങിയ കാലുളുക്കി പോകും. മനസ്സിലായോ? ഇനി നീ ഈ ശ്രമങ്ങളൊക്കെ ഒന്ന് ഉപേക്ഷിക്ക്. ഒരു തവണ ഞാൻ അരങ്ങിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാ വെച്ച കാല് മുന്നോട്ടല്ലാതെ ആ കാല് പിന്നോട്ട് വെക്കില്ല ചേച്ചി. ആ, അതാണ്, താഴെ ഇറക്കി വെക്കത്തില്ല. എനിക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞാ എനിക്കതിന്റെ ഉത്തരം കിട്ടണം. ഇല്ലെങ്കിൽ എനിക്ക് മനസമാധാനം കാണില്ല. നരസിംഹം പറഞ്ഞതിലൊക്കെ എന്തോ ഒരു സത്യം ഉണ്ടെന്നാ എനിക്കിപ്പോഴും തോന്നുന്നത്. ആവനി രാധാകൃഷ്ണന്റെ ഭാര്യയാന്നല്ലേ പറഞ്ഞേ? അങ്ങനെ ഒരാളെ നമ്മൾ എങ്ങനെയാ വിശ്വസിക്കുന്നത്?
ആവനിയുടെ കണ്ണിലെ ഭയം ഞാൻ കണ്ടതാ. ആ ഭയത്തിന് പുറകിൽ ഒരു സത്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് ചെയ്തിട്ടാണെങ്കിലും തെളിവുകളോട് കൂടെ സുജാതയുടെ അനിയത്തി ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. എല്ലാവരും എന്നെ അംഗീകരിക്കുന്ന ഒരു കാലം വരും. കുട്ടികളെയാണ് നിങ്ങൾക്കിത്. ഞാൻ എത്ര പേടിച്ചു പോയെന്നറിയോ? തനിക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഞാൻ തന്നെ രക്ഷിച്ചിരിക്കടോ. ആ വിശ്വാസം എപ്പോഴും ഉണ്ടായാൽ മതി. മുരളിച്ചേട്ടനെ പോലെ നിങ്ങൾ എങ്ങനെ സംസാരിച്ചേ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലേ എന്റെ പണി. ഒരാളെ എങ്ങനെ വീഴ്ത്തണമെന്ന് എനിക്ക് അറിയില്ലേ. നമ്മൾ ആഗ്രഹിക്കുന്ന വോയിസിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു ആപ്പ് ഉണ്ട്. ഞാനത് അങ്ങോട്ട് യൂസ് ചെയ്തു. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തു കാണുമെന്ന് ഞാൻ അപ്പോഴേ പ്രതീക്ഷിച്ചതാ. റിലാക്സ് അവനി, റിലാക്സ്. ശരിക്കും നിങ്ങൾ എന്തിനാ എന്റെ എത്ര കാലം നമ്മളിങ്ങനെ മറിഞ്ഞു നിൽക്കും? നിങ്ങളുടെ ഭാര്യയെ കാണാൻ നിങ്ങളെ രഹസ്യമായിട്ട് വരുന്നത്, ആരുടെയെങ്കിലും കണ്ണിപ്പെടുമെന്ന് ഞാനിങ്ങനെ പേടിച്ച് ജീവിക്കുന്നത്, എനിക്കിതൊന്നും ഇഷ്ടാവുന്നില്ല ഏട്ടാ. എന്റെ ജീവിതം ആലോചിച്ച് എനിക്ക് സഹതാപം തോന്നുന്നുണ്ട്. ഒരു സൈഡിൽ അമ്മയുടെ ജീവൻ, മറ്റൊരു വശത്ത് താലിബന്ധം. രണ്ടിന്റെ ഇടയിൽപ്പെട്ട് ഞാനും ഒരുപാട് വേദനിക്കുന്നുണ്ട് അവനി. പെട്ടെന്നൊരു വഴി കാട്ടി തരണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കുക. ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം എപ്പോഴാണോ കലങ്ങി തെളിയുന്നത് അതുവരേക്കും നമ്മൾ കാത്തിരുന്നേ പറ്റൂ അവനി. ആരുടെയും കണ്ണിൽ പെടാതെ സൈലന്റ് ആയിട്ട് ഞാൻ തിരിച്ചു പൊക്കോളാം. യു ഡോണ്ട് വറി. എല്ലാവരും ഹോളിൽ തന്നെയുണ്ട്. എന്നാ എല്ലാവരും റൂമിലേക്ക് പോയെന്ന് ഇപ്പൊ കൺഫേം ചെയ്തിട്ട് പോയിക്കോളാം. നിന്നെക്കാളും മുന്നേ ശ്രീകരേട്ടനെ ജന്നടിയിലൂടെ ഞാനാ നോക്കിയത്. അതുകൊണ്ടാ പറയുന്നത്, സ്വന്തമാവാനുള്ളതാണെങ്കിൽ എങ്ങനെയാലും സ്വന്തവും, അങ്ങനെയല്ലാത്തത് തപസ് ചെയ്താലും സ്വന്തമാവില്ലാന്ന്. എന്റെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവനി. ചെറിയൊരു ചേഞ്ച് ഉള്ളത് എന്താണെന്ന് വെച്ചാ, സ്വന്തമാക്കാൻ പോകുന്നത് ഞാനാ, നഷ്ടപ്പെടാൻ പോകുന്നത് നിനക്കും. കഴുത്തിലൊരു താലി ഉള്ളതിന്റെ തിളപ്പാ നിനക്ക്. ഉടനെ തന്നെ ആ താലി നിന്നെ നോക്കി കൊലക്കാരായിട്ട് ചിരിക്കുന്ന പോലെ തോന്നും നിനക്ക്. ആ റേഞ്ചിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുവരും. ഇതിനിടയ്ക്ക് ഞാൻ ചെയ്യേണ്ടതെല്ലാം ഒന്ന് മാത്രം. നിനക്കും ശ്രീകരനും ഇടയില് കാറ്റ് കിടക്കാനുള്ള ഗ്യാപ്പ് പോലും തരാതെ ഡിസ്റ്റൻസിൽ നിർത്തുക എന്നത് മാത്രം. ഉടനെ തന്നെ ശ്രീകരനോട് സംസാരിക്കണം. ഓഫീസിലാണെങ്കിൽ നോട്ട് റീച്ചബിൾ ആകുന്നത് എങ്ങനെയാ? ഡയറക്റ്റ് ഓഫീസിലേക്ക് വിളിച്ചു നോക്കാം. ഹലോ, ശ്രീകരേട്ടന്റെ ഫോൺ നോട്ട് റീച്ചബിൾ ആണല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ ഫിയാൻസിയാ. അദ്ദേഹത്തിനൊന്ന് ഫോൺ കൊടുക്ക. സാർ ഇതുവരെ ഓഫീസിൽ എത്തിയില്ല മാഡം. ഇവിടുന്ന് നേരത്തെ അങ്ങോട്ട് പോകുന്നതാണല്ലോ. ക്യാബിനിൽ പോയി നന്നായിട്ട് നോക്ക്. സാറ് വന്നാൽ ഞാൻ അറിയാതിരിക്കുവോ മാഡം? ഇതുവരെ സാർ എത്തിയിട്ടില്ല മാഡം.
ഓഫീസിൽ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ഒത്ര തിരക്കിട്ട് ഇവിടുന്ന് പോയിട്ട് ഓഫീസിലേക്ക് പോകാതെ എങ്ങോട്ടായിരിക്കും പോയിരിക്കുന്നത്? നിങ്ങൾ ഈ സമയത്ത് അധികം നേരം റൂമിൽ നിൽക്കുന്നത് ശുഭകരമായിരിക്കില്ല ഏട്ടാ. ഒരാളുടെയും കണ്ണിൽ പെടാതെ പുറത്തേക്ക് പോകുന്നതായിരിക്കും നല്ലത്. വലിയൊരു പ്രശ്നത്തിൽ നീ ഇപ്പൊ ഊരി പോകുന്നില്ലേ? ഇനി എന്തിനാണോ ടെൻഷൻ ആവുന്നത്? ജസ്റ്റ് റിലാക്സ്. ഒരു വ്യക്തിത്വവും സമാധാനവും ഇല്ലാത്ത ജീവിതമായി പോയി എന്റെ. റൂമിന്റെ പുറത്ത് ആരോ ഉണ്ട്, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. നിഹാരിക വിളിക്കുന്നത് എന്തിനാ? പറയൂ നിഹാരിക. ആ ചേച്ചി ഇപ്പൊ എന്താ ചെയ്യുന്നേ? നേരത്തെ ആവനിയെ കൈയോടെ പിടികൂടാൻ വേണ്ടി ഒരവസരം കിട്ടിയതാ. ആ കാര്യമൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. ആദ്യം നീ എന്തിനാ വിളിച്ചേന്ന് പറ. ശ്രീകറിന്റെ ഫോൺ നോട്ട് റീച്ചബിൾ ആണെന്നാ പറയുന്നത്. ശ്രീകറിന്റെ ഫോൺ നോട്ട് റീച്ചബിൾ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് പോവുകയാണെന്നാ പറഞ്ഞ്. ഞാൻ ഓഫീസിലേക്ക് വിളിച്ചപ്പോ ഓഫീസിൽ ഇതുവരെ എത്തിയിട്ടില്ലെന്ന് പറഞ്ഞു. ഓഫീസിലേക്ക് പോയില്ലെന്നോ? അങ്ങോട്ടെങ്ങാനും വന്നിരുന്നോ? ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. പുറത്ത് ഫ്രണ്ട്സിന്റെ അടുത്തൊന്നും പോകുന്ന സമയമല്ല ഇത്. അപ്പോ ആവനിയുടെ അടുത്തേക്ക് വന്നു കാണുമെന്നാണോ നീ പറയുന്നേ? അത് പറയണോ ചേച്ചി? ലാവണ്യ ഇപ്പൊ റൂമിലേക്ക് ചെക്ക് ചെയ്യാൻ വന്ന എല്ലാം അവസാനിക്കും. എന്താ ചെയ്യാ? ഇപ്പൊ എനിക്ക് വലിയൊരു പണി കിട്ടിയതേ ഉള്ളൂ. ഇപ്പോ ഞാൻ വീണ്ടും പോയി വല്ല ചെക്കിങ്ങും ചെയ്തു കഴിഞ്ഞാ. അങ്ങനെ പറയല്ലേ ചേച്ചി, ഇവിടെ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വാ. ശരി, നീ പറഞ്ഞാ വേറെ വഴിയില്ലല്ലോ. ആവനിയുടെ റൂമിൽ ശ്രീകർ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഞാൻ നിന്നെ ഫോൺ ചെയ്ത് പറഞ്ഞോളാം. ശരി ചേച്ചി, ചേച്ചിയുടെ ഫോണിന് വേണ്ടി ഞാനിവിടെ കാത്തിരിക്കും. ശരി. ശ്രീകർ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇത്രയും നേരം ഞങ്ങളുടെ കണ്ണിപ്പെടാതെ എങ്ങനെ നിൽക്കാനാ? എന്നാലും ശരി, നിഹാരിക പറഞ്ഞോണ്ട് ഒന്നവിടെ പോയി നോക്കിയേക്കാം. ലാവണ്യ ചെക്കിങ്ങിന് വരുന്നുണ്ട്. നിങ്ങൾ കുറച്ച് സൈലന്റ് ആയിട്ട് അവിടെ നിൽക്കുക. എന്താണ് പ്ലാൻ? ലാവണ്യക്ക് ചെറിയൊരു പണി കൊടുക്കാം. ശ്രീകർ ഇല്ലല്ലോ, പിന്നെ ആവനി എന്താ ഇത്ര തീവ്രമായിട്ട് ആലോചിക്കുന്നത്? ധൃതി കാണിച്ച് അകത്തേക്ക് കയറാൻ പാടില്ല. ലാവണ്യയും ടീമും എന്നെ ഇവിടെ പല വിധത്തിലും പെടുത്താനും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഞാനും ആ ലാവണ്യനെയും ടീമിനെയും എങ്ങനെയും ഒന്ന് പെടുത്തണം. നേരത്തെ നരസിംഹം ചേട്ടനെ മുന്നിൽ നിർത്തി എന്റെ കല്യാണം കഴിഞ്ഞു എന്ന് ആരോപണം നടത്തി. അതുപോലെ തന്നെ ശ്രീകർ സാറിനെ എന്റെ റൂമിൽ ഒളിപ്പിച്ചു വെച്ചതാണെന്ന് അവര് ചിലപ്പോ പറഞ്ഞു കളയും. ലാവണ്യയും ടീമും എന്റെ റൂമിന് ചുറ്റും വൈഫൈ പോലെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. എന്ത് ചെയ്യാന്ന? ശ്രീകരേട്ടൻ എന്റെ റൂമിൽ ഇല്ലെങ്കിൽ പോലും ഉള്ളതുപോലെ തന്നെ ഞാൻ അഭിനയിക്കും. ലാവണ്യ എങ്ങാനും ഇത് കണ്ട ഉടനെ തന്നെ ആന്റിയുടെ അടുത്തേക്ക് പോയി എനിക്കെതിരെ ഒരു കംപ്ലൈന്റും കൊടുക്കും. അപ്പൊ എല്ലാവരും എന്റെ റൂമിലേക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി വരും. ശ്രീകരേട്ടൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ലാവണ്യ ചേച്ചി കംപ്ലീറ്റ് ആയിട്ട് ലോക്ക് ആയിക്കോളും. മുമ്പത്തെ പോലെ ആന്റിയുടെ കയ്യിൽ നിന്ന് വഴക്കും കേക്കും, നാണം കെട്ട് നിൽക്കുകയും ചെയ്യും. എന്റെ അമ്മോ, സൂപ്പർ ഐഡിയ ആണല്ലോ ആവണി.
സബാഷ് സബാഷ്. നീ വെറും ചില്ലറക്കാരി അല്ലല്ലോ. താൻ ഈ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ശ്രീകർ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ അകത്തേക്ക് ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്തിനാ? പ്ലീസ് ശ്രീകരേട്ടോ, എന്താ ഇത്? അയ്യോ വീട് ചേട്ടോ, നാണം വരുന്നു ചേട്ടോ. ആരെങ്കിലും കാണും ചേട്ടോ. വീട് ചേട്ടോ, നിങ്ങളോടല്ലേ പറയുന്നേ? അയ്യോ വീട് ചേട്ടോ. എന്റെ അമ്മോ, എന്തൊരു പെർഫോമൻസാ ഇവിടെ. ഓസ്കാർ തന്നാലും കുറഞ്ഞു പോവല്ലോ. പെട്ടെന്ന് തന്നെ ഈ കാര്യം എന്റെ ഗ്യാങ്ങിനോട് പറഞ്ഞ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കാൻ പറയണം.